ഇതെന്താ ഇവിടുന്ന് ഉണ്ടാക്കിയില്ലേ? ഡൈനിങ് മേശയ്ക്ക് മുൻപിൽ വന്നിരുന്ന് മുന്നിലേക്ക് നോക്കിക്കൊണ്ട് വിജയൻ ചോദിച്ചു. എനിക്ക് വയ്യ അടുക്കളയിൽ കയറി കഷ്ടപ്പെടാൻ. ഈ പ്രായമായ സമയത്ത് ഞാനിനി അടുക്കളയിലും കയറണോ? 2 പെണ്ണുങ്ങളില്ലേ ഇവിടെ? 2 പേരുടെ ചെയ്താൽ തീരാത്ത ജോലിയാണോ ഇവിടെയുള്ളത്? ഈ പ്രായത്തിലും പാലിൽ ഉറക്കഗുളിക കലർത്താൻ അടുക്കളയിൽ കയറാൻ അറിയാമായിരുന്നല്ലോ. ലളിത അലസതയോടെ പറയുന്നത് കേട്ടുകൊണ്ട് വിജയൻ പുച്ഛത്തോടെ പറഞ്ഞു. മനുഷ്യനല്ലേ, ഒരു തെറ്റൊക്കെ പറ്റില്ലേ? ഇനി അത് തന്നെ പറഞ്ഞ് എന്നെ തളർത്താൻ നോക്കണ്ട. പിന്നെ അടുക്കളയിൽ കയറുന്ന കാര്യം, ഈ പെണ്ണ് ഇപ്പോഴാ അന്തപുരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ പോലും അടുക്കളയിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വെച്ചുണ്ടാക്കാൻ അറിയുകയുമില്ല. തന്നെ നോക്കി മുഖം ചുളിക്കുന്ന ലളിതയെ നോക്കി അച്ചു ഗൗരവത്തോടെ പറഞ്ഞു. ഓഫീസിൽ തൂപ്പുജോലിക്ക് നിന്നപ്പോൾ ഈ അറിയായിക ഇല്ലായിരുന്നല്ലോ. അത് ഗതികേട് കൊണ്ട് പോയതാ. ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സന്ദീപ് പറഞ്ഞത് കേൾക്കെ അച്ചു ഒന്ന് അമാന്തിച്ചുവെങ്കിലും പെട്ടെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള 3 കോടി കയ്യിലുണ്ടോ? ഭദ്രൻ പറഞ്ഞ് അറിഞ്ഞിരുന്നു ഞാൻ. അമ്പടി, ഇനി അത് എൻ്റെ മോൻ്റെ തലയിൽ കൊണ്ട് വെക്കാനാണോ? എങ്ങനെ എന്താന്ന് വെച്ചാൽ അത് അടച്ചു തീർക്കുകയോ ജോലിക്ക് പോകുകയോ ചെയ്തോണം. വിജയൻ പറഞ്ഞത് കേൾക്കെ ഞെട്ടിക്കൊണ്ട് അച്ചുവിന് നേരെ തിരിഞ്ഞുകൊണ്ട് ലളിത ദേഷ്യത്തോടെ പറഞ്ഞു. ഇന്നത്തെ ഫുഡ് ഞാൻ പുറത്തുനിന്ന് മേടിക്കും. നാളെ തൊട്ട് ഇവിടെ വെച്ചുണ്ടാക്കിയില്ല എങ്കിൽ ഞാൻ മാത്രം പുറത്തുപോയി കഴിക്കും. അച്ഛാ, കുറച്ച് പൈസ. അതും പറഞ്ഞുകൊണ്ട് കസേരയിൽ നിന്നും എഴുന്നേൽക്കാൻ പോയ വിജയനെ പിന്നിൽ നിന്ന് വിളിച്ചുകൊണ്ട് സന്ദീപ് ഒരു പരിങ്ങലോടെ ചോദിച്ചു. പഠിത്തം കഴിഞ്ഞില്ലേ? ജോലിക്ക് പോയി തുടങ്ങിക്കോ. താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ വരാം. ഭാര്യയ്ക്ക് ചിലവ് കൊടുക്കേണ്ടത് ഭർത്താവാ, ഭർത്താവിൻ്റെ അച്ഛനല്ല. തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് വിജയൻ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നിരുന്നു. നീ ഇത് എവിടാ സൂര്യ? എത്രയായി വിളിക്കുന്നു? നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? മറുപുറം ഫോൺ എടുത്ത ഉടനെ ലളിത വേവലാതിയോടെ ചോദിച്ചു. ഇനി എന്തറിയാനാ ബാക്കിയുള്ളത്? എല്ലാ പ്ലാനും തകർന്നില്ലേ? കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ പ്രദീപ് ജയിലിലുമായി. ഇനി എന്തറിയാനാ? എന്നാ ബാക്കി കൂടി അറിഞ്ഞോ? നിന്റെ ആങ്ങള ആ അച്ചുവിനെ കെട്ടി. അലസതയോടെ സൂര്യ പറഞ്ഞത് കേട്ട് ലളിത നെടുവീർപ്പോടെ പറഞ്ഞു. 2നെയും കൂടി പോലീസ് കൊണ്ടുപോകുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി, സാരമില്ല, 2ഉം ചേരേണ്ടത് തന്നെയാ. സന്ദീപിൻ്റെ ഫോണിൽ നിന്ന് വേണി പ്രദീപിൻ്റെ മുറിയിലുണ്ടെന്ന് മെസ്സേജ് വന്നത് കണ്ടിട്ടാ ഞാനത് അയാളോട് പറഞ്ഞത്. എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ എല്ലാ പ്ലാനും തകർത്തില്ലേ? ഇവനെയൊക്കെ കൂട്ടുപിടിച്ച എന്നെ പറഞ്ഞാൽ മതി. നീയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരുന്നു. തറവാട്ടിൽ നിന്ന് ഇറങ്ങി ആ ചെറിയ വീട്ടിലാ ഇപ്പോൾ നമ്മൾ. അറിയോ, നിന്റെ അച്ഛൻ എല്ലാം അറിഞ്ഞിട്ട് ഞങ്ങളെയും കൊണ്ട് ഇറങ്ങിപ്പോന്നു. നടന്ന കാര്യത്തിൽ ഞെട്ടലോ വിഷമമോ ഇല്ലാതെ പറയുന്നവളെ അറിയേ ചൊടിയോടെ ലളിത പറഞ്ഞു. എന്താ? ഞാനും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ? ആ, അത് പിന്നെ ആ ഒരു സാഹചര്യത്തിൽ പറയേണ്ടി വന്നു. പെട്ടെന്ന് വന്ന സൂര്യയുടെ ചോദ്യം കേൾക്കെ ലളിത പതർച്ചയോടെ പറഞ്ഞു. ചേ, വെച്ചിട്ട് പോകുന്നുണ്ടോ നിങ്ങൾ? എല്ലാം തകർന്ന അവസ്ഥയിൽ ലളിതയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തിരുന്നു. എന്താ സൂര്യ? വിബർണിക, തനിക്ക് ഭദ്രൻ്റെ ഓഫീസിൽ ഇനിയും കയറി ചെല്ലാൻ പറ്റും. ആ പ്രോജക്റ്റിൽ സന്ദീപ് ഇല്ല എങ്കിലും അയാളുടെ ഭാര്യ ആ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ ഓഫീസിലെ സ്റ്റാഫാണെന്നിരിക്കെ പ്രദീപും താനും തമ്മിലുള്ള കരാർ അവർക്കൊന്നും അറിയില്ല. എന്നതുകൊണ്ടും ഇതൊരു നല്ല ചാൻസാണ്. മീരയോടൊന്ന് സംസാരിച്ചു നോക്കിക്കൂടെ? വിബർണിക ചോദിച്ചതിന് മറുപടി പറയാതെ സൂര്യ ആലോചനയോടെ പറഞ്ഞു. നീ ഇത് എന്തറിഞ്ഞിട്ടാ സൂര്യ? ഭദ്രനെ ഈ സമയം കൊണ്ട് ഞാനും പ്രദീപ് സാറും തമ്മിലുള്ള എല്ലാ കാര്യവും അറിഞ്ഞു കാണില്ലേ? ഞാനില്ല. പെട്ടുപോയാൽ രക്ഷപ്പെടുത്താൻ പോലും ആരുമില്ല. സൂര്യ പറഞ്ഞത് കേൾക്കെ ഞെട്ടിക്കൊണ്ട് വിബർണിക പറഞ്ഞു. ഞാൻ കാണും നിന്റെ കൂടെ, എന്ത് സംഭവിച്ചാലും. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയ സാഹചര്യമല്ലാത്തത് കൊണ്ടല്ലേ. നീ അടുത്ത ദിവസം ഒന്ന് പോയി നോക്ക്. എല്ലാവരുടെയും പെരുമാറ്റം ശ്രദ്ധിച്ചിട്ട് ബാക്കി തീരുമാനിച്ചാൽ മതി. ഞാൻ പോയി നോക്കാം. സൂര്യ പറഞ്ഞത് ശരിയാണെന്ന തോന്നലോടെ വിബർണിക സമ്മതം അറിയിച്ചു. ഇന്ന് തൊട്ട് വീണ്ടും ഓഫീസിൽ പോയി തുടങ്ങുകയാ അല്ലേ? ശ്രദ്ധിക്കണം കേട്ടോ. ഒരുങ്ങി ഭദ്രനൊപ്പം പടിയിറങ്ങി വരുന്ന വേണിയെ കാണെ പത്മനാഭൻ ചിരിയോടെ പറഞ്ഞു. ഞാൻ നോക്കിക്കോളാം അച്ഛാ. നീ ഇതെങ്ങോട്ടാ? വേണിക്ക് പുറകിലായി ഒരുങ്ങി വരുന്ന അനുവിനെ കാണെ പത്മനാഭൻ സംശയത്തോടെ ചോദിച്ചു. ഞാനും ഇവർക്കൊപ്പം ഓഫീസിൽ പോകുന്നുണ്ട്. ഈ ആഴ്ച ക്ലാസ്സിൽ അച്ഛാ.
നീ അവിടെ പോയി ഇവരെ ജോലി ചെയ്യാൻ സമ്മതിക്കുമോ? കാര്യവും പറഞ്ഞ് ചാടിത്തുള്ളി നടക്കില്ലേ? നീ പോകണ്ട. അനു പറയുന്നത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന ജാനകിയമ്മ ചൊടിയോടെ പറഞ്ഞു. ഇല്ല വല്യമ്മേ, ഞാൻ നോക്കിക്കോളാം. തൻ്റെ മുഖത്ത് നോക്കി കണ്ണ് കാണിക്കുന്ന അനുവിനെ നോക്കി വേണി ചിരിയോടെ ജാനകിയമ്മയോട് പറഞ്ഞു. എങ്കിലിറങ്ങിക്കോ, സമയം കളയണ്ട. അരവിന്ദും ഒരുങ്ങി വന്നത് കാണെ പത്മനാഭൻ എല്ലാവരോടുമായി പറഞ്ഞു. എന്തായാലും നീ വരുന്നത് നന്നായി. അതെന്തേ? അരവിന്ദൻ അങ്ങനെ പറയാൻ സാധ്യതയില്ലല്ലോ എന്നോർത്തുകൊണ്ട് അനു സംശയത്തോടെ ചോദിച്ചു. അല്ല, അച്ചു ഒരാഴ്ച അവധിയാണെന്ന്, കല്യാണം പ്രമാണിച്ച്. അപ്പോൾ ആ ഒഴിവിൽ ഈ ആഴ്ചത്തേക്ക് നിന്നെ എടുക്കാമെന്ന് വെച്ചു. നീ എന്താ പ്രതികരിക്കാത്തേ? പറഞ്ഞു കഴിഞ്ഞ് തന്നെ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നതല്ലാതെ മറുപടി പറയാത്തവളെ കാണെ അരവിന്ദ് സംശയത്തോടെ ചോദിച്ചു. ഓഫീസിലെത്തി ഞാനിതിന് മറുപടി തരാം ചേട്ടാ. ഇനിയും ആ അച്ചുവിനെ ഓഫീസിൽ കയറ്റണോ ഭദ്ര? പുറത്തേക്കിറങ്ങുന്ന അനുവിനെയും വേണിയെയും ഒന്ന് നോക്കി പത്മനാഭൻ ചോദിച്ചു. വേണം വല്യച്ഛ, കുറച്ച് നാളത്തേക്ക് കൂടി. അത് കഴിഞ്ഞാൽ അവളെ വിട്ടേക്കാം. മറുപടി കൊടുത്ത് മറുചോദ്യം കേൾക്കാൻ നിൽക്കാതെ ഭദ്രൻ പുറത്തേക്ക് നടന്നിരുന്നു. കാഴ്ച ബംഗ്ലാവിലൊക്കെ വെച്ചിരിക്കുന്ന ഒരു കാറില്ലേ, അതൊരെണ്ണം മേടിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കാൻ ഏട്ടനോട് പറയണം. ഈ ഓഫീസിൽ ഈ അറ്റത്തുനിന്ന് അപ്പുറത്തെ അറ്റത്തേക്ക് എത്താൻ എന്തോരം നടക്കണം. അതുമാത്രം മതിയോ? നിനക്കായിട്ട് ഒരു പ്രൈവറ്റ് ജെറ്റ് മേടിച്ച് തരട്ടെ? ഓഫീസിലെത്തിയ ശേഷം അകത്തേക്ക് നടന്നുകൊണ്ട് അനു പറഞ്ഞത് കേട്ടുകൊണ്ട് അരവിന്ദ് പതിയെ ചോദിച്ചു. ബുദ്ധിമുട്ടാവില്ല എങ്കിൽ മേടിച്ചോ. പെട്രോൾ അടിച്ച് തരണേ. കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ പോകാൻ വിമാനം നോക്കി നിൽക്കണ്ടല്ലോ. ഷെടാ, ഇതിപ്പോ ഈ ഓഫീസിൽ നടക്കുന്ന സമയം കൊണ്ട് ജോലി ചെയ്ത് തീരുമല്ലോ എന്ന് വെച്ചിട്ടല്ലേ? വേണ്ടേൽ വേണ്ട. അനു പറഞ്ഞു വന്നതും അരവിന്ദൻ്റെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടുകൊണ്ട് അനു പുച്ഛത്തോടെ പറഞ്ഞു. വേണ്ടടാ വേണി. കുറച്ചധികം നാളുകൾക്ക് ശേഷം വേണിയെ കണ്ട സന്തോഷത്തിൽ സൂരജ് അടുത്തിരുന്ന വിവേകിനോട് എല്ലാവരോടുമൊപ്പം ചിരിയോടെ വരുന്ന വേണിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇതിപ്പോൾ ഒരു പട തന്നെ അവൾക്ക് ചുറ്റുമുണ്ടല്ലോ. ഇതെന്താ ഈ ശ്രീമംഗലത്തുള്ളവർ വേണിയെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത്? ശ്രീമംഗലവുമായി വേണിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അരവിന്ദ് MD ആയതുകൊണ്ട് ശ്രീമംഗലത്തെ അരവിന്ദൻ്റെ സ്ഥാനം എല്ലാവർക്കും മനസ്സിലായിരുന്നു. ആ ഒരു ഓർമ്മയിൽ വിവേക് സൂരജിനോട് സംശയത്തോടെ ചോദിച്ചു. ആ, അതിപ്പോൾ എന്തേലും ആകട്ടെ, നമ്മൾ അതിപ്പോൾ അറിഞ്ഞിട്ടെന്തിനാ? ചിലപ്പോൾ വല്ല അകന്ന ബന്ധവും കാണും. അടുത്ത ബന്ധമാണെങ്കിൽ അവർ ഇതിനോടകം പറയേണ്ടതല്ലേ? വിവേക് ചോദിച്ച സംശയം തൻ്റെ മനസ്സിലും തോന്നിയിരുന്നല്ലോ എന്നോർത്തുകൊണ്ട് സൂരജ് നിസാരഭാവത്തോടെ പറഞ്ഞു. സൂരജെ, വേണിയെക്കുറിച്ച് അന്വേഷിച്ചിട്ട് മതി ഇനി നിന്റെ മുന്നോട്ടുള്ള പോക്ക്. വേണിക്ക് ശ്രീമംഗലവുമായി ബന്ധമുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കേ. ഉണ്ടെങ്കിൽ എന്ത് ബന്ധം? അവരൊക്കെ ഒരുപാട് ഉയരത്തിലുള്ളവരാ എന്നോർക്കണം. എന്തായാലും നിങ്ങൾ തമ്മിൽ ശരിക്കൊന്ന് സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലോ. അതിനു മുൻപ് വേണിയെ മനസ്സിൽ കയറ്റി വെക്കണ്ട. നിനക്ക് അവളോട് ചുമ്മാ ഒരു ടൈം പാസ് ഇഷ്ടമല്ല എന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി നിന്റെ ഇഷ്ടം. തന്നോട് കാര്യഭാവത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിരുന്ന വിവേകിനെ നോക്കി കുറച്ചു നേരം ഇരുന്ന ശേഷം സൂരജ് ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. എന്തോരം കളക്ഷൻസാ ചേച്ചി ഇവിടെ! ഇതറിഞ്ഞിരുന്നേൽ ഞാൻ +2 കഴിഞ്ഞ് കോളേജിൽ പോകുന്നതിന് പകരം ഇവിടെ ജോലിക്ക് കയറിയേനെ. ആ ശരിയാ, ഞാനും ആലോചിച്ചതാ. ചുറ്റും നോക്കി നടന്ന ഭദ്രൻ്റെ ക്യാബിനിലേക്ക് കയറിക്കൊണ്ട് അനു പറഞ്ഞത് കേട്ട് വേണിയും ശരിയെന്ന രീതിയിൽ പറഞ്ഞു വന്നതും മുന്നിൽ കണ്ണു ചുരുക്കി നോക്കുന്ന ഭദ്രനെ നോക്കി പകുതിക്ക് നിർത്തി ഒരു ചമ്മിയ ചിരി പാസാക്കി. നാണമില്ലല്ലോടി അനു, 2 മാസം കഴിഞ്ഞാൽ കല്യാണമാ നിൻ്റെ. ഇപ്പോഴും വായി നോക്കി നടക്കുന്നു. 2 മാസം കഴിഞ്ഞാലല്ലേ കല്യാണം? അപ്പോൾ നന്നായിക്കോളാം. നിനക്ക് പിന്നെ കല്യാണപ്രായം തന്നെ കഴിഞ്ഞില്ലേ? എന്നിട്ട് നീ ഈ പുരനിറഞ്ഞു നിൽക്കുന്ന സമയത്തും വായി നോക്കുന്നില്ലേ? അരവിന്ദ് പുച്ഛത്തോടെ പറഞ്ഞത് കേട്ടുകൊണ്ട് അനുവും അതേ പുച്ഛത്തോടെ തിരിച്ചു പറഞ്ഞു. സാർ. അരവിന്ദ് തിരിച്ച് മറുപടി പറയാൻ വന്നതും വാതിൽക്കൽ നിന്നുള്ള വിളിയിൽ എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടേക്ക് മാറി. ആ വിപർണിക, വാ. എന്താ ഇന്നലെ വരാഞ്ഞേ? വിളിച്ചു പറഞ്ഞതുമില്ലല്ലോ. പ്രോജക്റ്റിൻ്റെ അപ്ഡേഷൻ പറയാൻ തിരക്കിയപ്പോഴാ വന്നില്ല എന്നറിഞ്ഞത്. അത് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു. വിപർണികയെ കണ്ടിട്ടും ഭാവവ്യത്യാസമില്ലാതെ പറയുന്ന ഭദ്രനെ കാണെ അതുവരെ ഉണ്ടായിരുന്ന പതർച്ച മാറ്റി അവൾ ചിരിയോടെ പറഞ്ഞു. ശരി, മെയിൽ അയച്ചിട്ടുണ്ട്. അത് നോക്കി റിപ്ലൈ തരും. അതനുസരിച്ച് ബാക്കി ചെയ്യാം. ഭദ്രൻ പറഞ്ഞത് കേട്ട് തലകുലുക്കി അടുത്തു നിന്ന വേണിക്ക് ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ സമാധാനത്തോടെ പുറത്തേക്ക് നടന്നു. വേണി, ശ്രേയ പകുതിക്ക് വെച്ച കുറച്ച് ഫയൽസ് ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യേ. ശ്രേയയുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയില്ലേ മായ,
ആ കുട്ടിയും സഹായിക്കും. അനുവും കൂടെ ചെല്ല്. ഒരു കൂസലില്ലാതെ വന്നത് കണ്ടില്ലേ അവൾ? എന്താടാ, എന്തിനാ അവളെ വീണ്ടും ഇതിനകത്ത് കയറ്റിയത്? അനുവും വേണിയും കൂടി പുറത്തേക്ക് പോയത് കണ്ട് വിഭർണികയെ ഓർത്ത് ദേഷ്യം അടക്കി അരവിന്ദ് സംശയത്തോടെ ഭദ്രനോട് ചോദിച്ചു. സൂര്യയെ കണ്ടു പിടിക്കണ്ടേ അരവിന്ദ? അന്ന് മുങ്ങിയതല്ലേ, ഇതുവരെ പൊങ്ങിയില്ലല്ലോ. നമ്മൾ വിചാരിച്ചാൽ അതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇവരെ രണ്ടുപേരെയും കൂടി കിട്ടില്ല. ഒന്നിനെ പിടിച്ചാൽ മറ്റേത് പിന്നെയും മുങ്ങും. ഇവളെ സൂര്യ പറഞ്ഞു വിട്ടതാകാനാ സാധ്യത. ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ ഇങ്ങോട്ട് വന്ന് തലവെച്ച സ്ഥിതിക്ക് നമുക്ക് കുറച്ച് പാഠങ്ങൾ അറിയിച്ചു കൊടുക്കാടാ. കുറച്ച് കറങ്ങട്ടെ രണ്ടും, എന്നിട്ട് രണ്ടിനെയും കൂടി ഒരുമിച്ച് പൂട്ടാം. നീ എന്താ കൊടുക്കാൻ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ കൊടുക്ക്. പക്ഷേ എത്രയും പെട്ടെന്നാണേൽ അത്രയും നല്ലത്. നിന്നെ തകർക്കാൻ വേണിയെയാ അവരെല്ലാവരും ഇപ്പോൾ നോട്ടം വെച്ചിരിക്കുന്നത്, അത് ഓർമ്മ വേണം. ഭദ്രൻ പറഞ്ഞത് കേട്ട് ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അരവിന്ദ് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. ആ മുന്നറിയിപ്പിൽ ഭദ്രൻ മുന്നോട്ടുള്ള പ്ലാനുകൾ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. സോറി ചേച്ചി, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അവളെ ഞാൻ ഒരുപാട് വട്ടം ഉപദേശിച്ചതാ, ചേച്ചിയെപ്പറ്റി ഇല്ലാത്തത് പറഞ്ഞ് നടക്കരുത് എന്ന്. കേട്ടില്ല. പക്ഷേ ഇങ്ങനെ തട്ടിപ്പൊക്കെ നടത്താൻ മാത്രം ചങ്കൂറ്റം അവൾക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. വേണി അടുത്ത് വന്നത് കണ്ട് മായ പെട്ടെന്ന് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വേണിയുടെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് താനെന്തിനാ സോറി പറയുന്നേ? താൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അങ്ങനെയൊക്കെ അവൾ പറഞ്ഞപ്പോൾ അത് നിങ്ങളെ അറിയിച്ചിരുന്നുവെങ്കിൽ അവളെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് കിട്ടുമായിരുന്നല്ലോ. അങ്ങനെ എങ്കിൽ പ്രശ്നം ഇത്ര രൂക്ഷമാകില്ലായിരുന്നു. വേണി ചോദിച്ചത് കേൾക്കെ മായ വിഷമത്തോടെ പറഞ്ഞു. അതൊന്നും സാരമില്ല മായ, ശ്രേയ മായയുടെ കൂട്ടുകാരിയല്ലേ. അപ്പോൾ മായക്കത് എങ്ങനെ ചെയ്യാൻ കഴിയും? അതോർത്തിനി വിഷമിക്കേണ്ട. ശ്രേയയുടെ സിസ്റ്റം ഇതല്ലേ. മായയെ സമാധാനിപ്പിച്ചുകൊണ്ട് മുന്നിലെ സിസ്റ്റത്തിലേക്ക് ചൂണ്ടി വേണി ചോദിച്ചു. ആ അതെ ചേച്ചി, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണ്ട മായ, ശ്രേയ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് കോപ്പി ചെയ്യാനാ, ഞാൻ ചെയ്തോളാം. ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ചോദിക്കാം. മായയുടെ ജോലി നടക്കട്ടെ. ഇതനു എൻ്റെ സിസ്റ്ററാ. താൻ പറഞ്ഞത് കേട്ട് സമ്മതം അറിയിച്ചുകൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്ന അനുവിനെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന മായയെ കാണെ വേണി പരിചയപ്പെടുത്തി. മായയോട് ഒന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് അനു വേണിക്കൊപ്പമുള്ള സീറ്റിലേക്ക് കയറി ഇരുന്നിരുന്നു. ചേച്ചി, വല്ല ഫോട്ടോയോ വീഡിയോസോ ഉണ്ടെങ്കിൽ ഒന്ന് ഓണാക്കിക്കേ. ആ മെയിൽസ് എല്ലാം ലോഡാകുന്ന സമയം കാണാമല്ലോ. ലാപ്പ് തുറന്നതും വന്നുകൊണ്ടിരുന്ന പുതിയ മെയിൽസിൻ്റെ നീണ്ട ലിസ്റ്റ് കണ്ടുകൊണ്ട് മുഷിച്ചലോടെ അനു പറഞ്ഞു. ഇത് ഓഫീസ് ലാപ്പ് അല്ലേ അനു? എന്ത് കാണാനാ ഇതിൽ? നോക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇത് മിനിമൈസ് ചെയ്തിട്ട് നോക്ക് ചേച്ചി. വേണി സംശയത്തോടെ പറയുന്നത് കേട്ടുകൊണ്ട് അനു ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് പറഞ്ഞു. കണ്ടോ, ഇതിലൊന്നുമില്ല. ലാപ്പ് മുഴുവൻ സെർച്ച് ചെയ്തുകൊണ്ട് വേണി നിരാശയോടെ പറഞ്ഞു. ആ പെൻഡ്രൈവിൽ വല്ലതുമുണ്ടോ? ആ അതറിയില്ല. ഭദ്രേട്ടൻ്റെ അലമാരി അടുക്കിയപ്പോൾ കിട്ടിയതാ. വെറുതെ കിടക്കുന്നത് കണ്ട് ഞാൻ എടുത്തു വെച്ചതാ. നമുക്ക് നോക്കാം. അനു ചോദിക്കുന്നത് കേട്ട് വേണി ആലോചനയോടെ പറഞ്ഞുകൊണ്ട് പെൻഡ്രൈവിലുള്ള ഫയൽസ് ഓപ്പൺ ആക്കി. ഇതിവരുടെ ഗ്രൂപ്പ് ഫോട്ടോസ് ആണല്ലോ. ഇത് അവർ പഠിച്ച കോളേജാ. കോളേജിന് മുൻപിൽ നിൽക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെയും അതിനു പുറകിലുള്ള കോളേജും നോക്കി അനു ചിരിയോടെ പറഞ്ഞു. എന്താ ചേച്ചി, ചേച്ചിയുടെ മുഖം എന്താ വല്ലാതെയായത്? ആ ഫോട്ടോയിലേക്ക് നോക്കി തറഞ്ഞിരിക്കുന്ന വേണിയെ സംശയത്തോടെ നോക്കിക്കൊണ്ട് അനു ചോദിച്ചു. ഇത് ആകാശേട്ടനാ. മുന്നിലെ ഫോട്ടോയിൽ ഭദ്രനരികിൽ നേർത്ത ചിരിയോടെ നിൽക്കുന്നവനെ ചൂണ്ടി നിറഞ്ഞ കണ്ണുകളോടെ വേണി പറഞ്ഞു.